നമസ്കാരം. ഞാൻ പതിവുമായിട്ടൊരു വീഡിയോ ആയിട്ട് വരിക. പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയം കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് നമ്മളുടെ പഴയ രാഷ്ട്രീയം, അതായത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം മുതൽ 2000 വരെ എങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരായിരുന്നു, ആ പ്രധാനമന്ത്രിമാരുടെ മേജർ അവരുണ്ടാക്കിയ നേട്ടങ്ങൾ, അവരുടെയൊക്കെ പിടിപ്പുകേടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അത് രണ്ട് ഭാഗമായിട്ട് പറയാമെന്നാണ് കരുതുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ അവരുണ്ടാക്കിയ പ്രധാനമന്ത്രിമാരുടെ നേട്ടങ്ങൾ 2000 വരെ, അതിനുശേഷമുള്ള പ്രധാനമന്ത്രിമാരുടെ നേട്ടങ്ങൾ. ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റു. ഒരുപക്ഷെ നമുക്ക് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കാരണം ഈ ചെറുപ്പകാലത്ത് നമ്മളെല്ലാം മാർച്ചിന് കൊണ്ടുപോകുന്നത് നമ്മുടെ ചാച്ച നെഹ്റുവായിട്ട് പോക്കറ്റിൽ റോസും വെച്ച് തന്നിട്ട് ഈ ശിശുദിനത്തിൽ കൊണ്ടുപോകുന്നത് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്നും ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് ഒരുപാടുണ്ട് എന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1947 മുതൽ 1964 വരെ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിസ്സംശയം പറയാം, ഒരു ലോക നേതാവായിരുന്നു, ആരാധ്യനായിരുന്നു, ഒരു ചാമ്പ്യൻ ഓഫ് ഡെമോക്രസി എന്ന് പറയാം, സെക്യുലറിസത്തിൻ്റെ ചാമ്പ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് സോഷ്യലിസം ത്രൂ ഡെമോക്രസി എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടങ്ങളായിട്ട് പറയപ്പെടാവുന്നത് ഒരു ഏത്തിസ്റ്റിക് സെക്യുലറിസം, ഫ്രഞ്ച് സെക്യുലറിസം പോലെ എല്ലാ മതങ്ങളോടും തുല്യ അകലം പാലിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അതുതന്നെ സയൻറ്റിഫിക് ടെമ്പർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലോണം ഉണ്ടായിരുന്നു. പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അദ്ദേഹം സ്ഥാപിച്ചു. എയിംസ്, IIT, ISRO പോലെയുള്ള സ്പേസ് ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിലുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയലൈസേഷനിലുണ്ടായിരുന്നു, പൊളിറ്റിക്സിലുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് ഹിന്ദു മാരേജ് ആക്റ്റാണ്. അതുമൂലം ഒരുപാട് ആൾക്കാർക്ക് ഗുണങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ നോൺ അലൈൻ മൂവ്മെൻറ്റ് വളരെ പ്രസിദ്ധമാണ്. രണ്ട് ശാക്തിക ചേരികളിൽ ഉൾപ്പെടാതെ സ്വന്തമായൊരു നിലപാടുമായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഈ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ സയൻറ്റിഫിക് ടെമ്പർ വളർത്തുന്നതിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിമിതികൾ പറയുകയാണെങ്കിൽ അദ്ദേഹം സോഷ്യലിസത്തെ എക്കണോമിക്സിൽ കൊണ്ടുവരികയും ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിനെ വളരെയധികം കുറയ്ക്കുകയും ചെയ്തു. ഒരു ലൈസൻസ് രാജ്യം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷൻസിൽ കൊടുത്ത ശ്രദ്ധ അദ്ദേഹം ലോവർ ബേസിക് എഡ്യൂക്കേഷനിൽ കൊടുത്തിട്ടില്ല. ലിറ്ററസി റേറ്റ് 14-15% തന്നെ തത്തിക്കളിക്കുകയായിരുന്നു. അത് കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹയർ ജോബ്സിലേക്ക് ഉണ്ടാവുന്ന ആൾക്കാരുണ്ടായിരുന്നു, തീരെ താഴെയും ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തീരെ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിരുന്നു. നെപ്പോട്ടിസം അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയതായിരുന്നു. കാമരാജ് പ്ലാൻ, എല്ലാവരെയും മുതിർന്ന നേതാക്കളെ തിരിച്ച് പാർട്ടിയിലേക്ക് നയിക്കുക, അതുവഴി തൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാന പോരായ്മയായിട്ട് കാണാം. ഫോറിൻ അഫയേഴ്സ്, നോൺ അലൈൻമെൻറ്റിൻ്റെ ചാമ്പ്യനായിരുന്നെങ്കിൽ നമുക്കൊരാവശ്യം വന്നപ്പോൾ രണ്ട് കൂട്ടരും നമ്മുടെ കൂടെ ഉണ്ടായില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മൾ ചൈനയ്ക്ക് വേണ്ടി നിലകൊണ്ടു. ചൈന നമ്മളെ ചതിക്കില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ചൈനയ്ക്ക് വേണ്ടി നമുക്ക് അമേരിക്ക നീട്ടിയ വീറ്റോ പദവി പോലും വേണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ചൈന വൃത്തിയായിട്ട് നമ്മളെ ആക്രമിച്ചു. 1962 സൈനോ ഇന്ത്യൻ വാറിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. അതുവരെ മിലിറ്ററി റിഫോർമേഷൻസ് ഒന്നും വേണ്ട, അഡ്വാൻസ്മെൻറ്റ് വേണ്ട, അതെല്ലാം വികസനത്തിൽ വേണ്ടി നമുക്കൊരു പോലീസ് മാത്രം മതി എന്ന് കരുതിയിരുന്ന നെഹ്റുവിന് ഏറ്റവും വലിയ തിരിച്ചടി സ്വന്തം സുഹൃത്തിൻ്റെ ബാക്ക് സ്റ്റാബിങ്, ബ്രൂട്ടസ് ചെയ്ത പോലെ ആയിപ്പോയി, സീസറിനോട് ചെയ്ത പോലെ ആയിപ്പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു, അദ്ദേഹം കിടപ്പിലായി. അതിന് വലിയൊരു പങ്ക് ആ ഇന്ത്യൻ വാർ അദ്ദേഹത്തിന് ആ ജീവിതം അവസാനിപ്പിക്കുന്നതിലുണ്ടായി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ മറ്റൊരു പോരായ്മയായി പറയപ്പെടുന്നത് കാശ്മീരിനെ UN കൊണ്ടുപോയി അത് ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നതാണ്. ബൈ പാർട്ടീഷനായിട്ട് പരിഹരിക്കേണ്ടതിന് പകരം ഇൻ്റർനാഷണലായിട്ട് പരിഹരിക്കേണ്ടി വന്നു. അഗ്രേറിയൻ എക്കണോമിയായ ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ കാര്യങ്ങൾക്ക്, ഇൻഡസ്ട്രിക്ക് കൊടുത്ത പ്രാധാന്യം അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അത് കഴിഞ്ഞ് നെഹ്റുവിൻ്റെ നിര്യാണത്തിൽ അടുത്തതായി വന്ന നേതാവായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ പ്രധാന സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ എന്നായിരുന്നു. ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു അദ്ദേഹം.
അഗ്രേറിയൻ ഇൻഡസ്ട്രീനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. 1965 പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയെ വിജയിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. പാകിസ്ഥാൻ്റെ ആക്രമണം കാശ്മീരിൽ മാത്രമായി ഒതുക്കി പാകിസ്ഥാൻ കാശ്മീരിൻ്റെ ഭാഗം കൈപ്പിടിയിലാക്കുന്നതായപ്പോൾ ഇൻ്റർനാഷണൽ ബോർഡർ കടന്നുകൊണ്ട് ലാഹോറിലേക്ക് കടന്നു കയറാൻ അനുവാദം നൽകിയത് ശാസ്ത്രിയായിരുന്നു. തന്മൂലം അത് സ്റ്റോപ്പാവുകയും പ്രീ വാർ സിറ്റുവേഷൻ സംജാതമാവുകയും ചെയ്തു. താഷ്കണ്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു. ഓർമ്മിക്കേണ്ടത് ചെറിയൊരു അഴിമതി ആരോപണം പോലും ഇല്ലാതെ ഒരു റെയിൽവേ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ രാജി സമർപ്പിച്ച ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി, നെഹ്റുവിന് ശേഷം നെഹ്റു തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും പുകഴ്ത്താനും ഒരുപാട് അധികം ഉപയോഗിക്കുന്ന ഒരു പേരാണത്. ഇന്ദിരാഗാന്ധി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണശേഷമാണ് വന്നത്. അവരൊരു ആബ്സല്യൂട്ട് നാഷണലിസ്റ്റ് ആയിരുന്നു. അയൺ ലേഡി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവരുടെ പ്രധാന നേട്ടങ്ങൾ നമുക്കറിയാം. പാകിസ്ഥാൻ 1971 വാറിൽ തോൽപ്പിച്ചത്. പക്ഷേ അതുകൂടാതെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒരു നാഷണലൈസേഷൻ ഓഫ് ബാങ്കുകൾ നടത്തി. അതുപോലെ തന്നെ നാഷണലൈസേഷൻ ഓഫ് ദ ബാങ്ക് നടത്തുകയുണ്ടായി. മാത്രമല്ല പ്രിവി, അതായത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേർന്നപ്പോൾ അവർക്കൊരു പ്രിവി പേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് പെൻഷനും കാര്യങ്ങളും കൊടുക്കുന്നത് അതെല്ലാം നിർത്തലാക്കി. ഗരീബി ഹട്ടാവോ എന്നതായിരുന്നു അവരുടെ സ്ലോഗൻ. പാകിസ്ഥാൻ്റെ വിജയത്തോടു കൂടെ തന്നെ ഇന്ത്യ ന്യൂക്ലിയർ ഫിഷൻ ബോംബ് പൊട്ടിക്കുകയും സ്മൈലിംഗ് ബുദ്ധ എന്ന തരത്തിൽ ഒരു ആണവ ശക്തിയായി മാറുകയും ചെയ്തു. സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ് എന്ന ടേമുകൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉൾപ്പെടുത്തി. ഇതെല്ലാമായിരുന്നെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കുറവുകളായി പറയപ്പെടുന്നത് ഒന്ന് ലാക്ക് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ അവർ ശ്രദ്ധിച്ചിരുന്നേയില്ല. ഒരുപാട് തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ട്രൽ ഗവൺമെൻറ്റ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ അവർ പിരിച്ചുവിട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ. ഇത് കൂടൊന്നും മാത്രമല്ല, അവർ നെപ്പോട്ടിസം, സഞ്ജയ് ഗാന്ധി ഉൾപ്പെട്ട കിച്ചൺ ക്യാബിനറ്റായിരുന്നു അവരുടെ പ്രധാന കാര്യങ്ങൾ നടത്തിയിരുന്നത്. സ്വന്തമായിട്ട് സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ കുടുംബാസൂത്രണ പരിപാടികൾ, വന്ധ്യംകരണ പരിപാടികൾ, 15ഉം 16ഉം വയസ്സായിട്ടുള്ള കുട്ടികളെ വരെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യീകരിച്ചതായിട്ട് ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരേ സമയം ഭിന്ദ്രൻവാല എന്നുള്ള അകാലിദളിനെ തോൽപ്പിക്കാൻ ഭിന്ദ്രൻവാലയെ ഉയർത്തിക്കൊണ്ടുവന്നത് സഞ്ജയ് ഗാന്ധിയുടെ പരിപാടിയായിരുന്നു. അത് അവസാനിച്ചത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലാണ്. അതൊരു സിഖ് കമ്മ്യൂണിറ്റിയുടെ വലിയ എതിർപ്പിനിടയാക്കി. തന്മൂലം അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനും ഇടയായി. ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം വന്ന അവരുടെ മകനാണ് രാജീവ് ഗാന്ധി. നമുക്കെല്ലാവർക്കും അറിയാം. അമ്മയുടെ ചെടിയിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ആണ് രാജീവ് ഗാന്ധിക്ക് അധികാരത്തിലേറ്റ് വരേണ്ടി വന്നത്. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധിയിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. പ്രതീക്ഷകളെ തീർത്തും ഇല്ലാതാക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹം IT, സ്പേസ്, ടെക്നോളജി എന്നിവയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യ ഓൾറെഡി സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു ഫുഡിൽ. ഈ കാര്യങ്ങളിലൂടെ ഇന്ത്യ ഒരു ടെക്നോ പവറായി ഉയർത്താൻ സഹായിച്ചു. പഞ്ചാബിലത്തെ ഇൻസർജൻസി, കാശ്മീരിലെ ഇൻസർജൻസി, മണിപ്പൂർ ഭാഗങ്ങളിൽ ഇതിനെല്ലാം താൽക്കാലികമായ വിരാമം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അമെൻമെൻറ്റ് ആക്ട്, അതായത് 1/3 ആൾക്കാരുടെ 1/3 മെജോറിറ്റി ഇല്ലാതെ ഒരാ പക്ഷത്തു നിന്നും മറ്റൊരു പക്ഷത്തേക്ക് കൂറുമാറാൻ കഴിയില്ല എന്നുള്ള നിയമം വന്നത്. ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്തെ സ്കാൻഡൽസ്, ബോഫോഴ്സ് പോലെയുള്ള സ്കാൻഡലുകളും ഉണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷാബാനു കേസിൽ അദ്ദേഹം സുപ്രീം കോടതി വിധിയെ തിരുത്തുകയും ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ മേലെ ആരോപണം ഉന്നയിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തു. അവരെ സന്തോഷിപ്പിക്കാനായി ആരാധനയ്ക്ക് തുറന്നു കൊടുത്ത രാമജന്മഭൂമി വലിയൊരു വിഷയമായി ഉയർന്നു വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഇന്ദിരാഗാന്ധി ആദ്യത്തെ ടേമിന് ശേഷം വന്ന ആളാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു. കൂടുതൽ ഗാന്ധിയനായി പോയതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. അദ്ദേഹം അമെൻമെൻറ്റ് ആക്ടുകൾ കൊണ്ടുവന്നു. പേഴ്സണൽ റൈറ്റ്സ്, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഇല്ലാതാക്കിയ പേഴ്സണൽ റൈറ്റ്സ് കംപ്ലീറ്റ് ഇനി കളയാൻ കഴിയില്ല എന്നുള്ള പോലെ വരുത്തുകയും
മറ്റ് കാര്യങ്ങളിൽ ഒരു ജെനുവിൻ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള പോലെ വരുത്തുകയും ചെയ്തു. റൂറൽ ഡെവലപ്മെൻ്റ് ഉണ്ടായി. ഡിനോമിനേഷൻ കൊണ്ടുവന്നത് നമ്മൾ നരേന്ദ്രമോദിയാണെന്ന് പറയുമെങ്കിലും തുടങ്ങിയത് നരേന്ദ്രമോദിയല്ല. 1000 രൂപയുടെ 5000 രൂപയുടെ 10000 രൂപയുടെ നോട്ടുകൾ അവസാനിപ്പിക്കുകയും അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത് നമ്മുടെ മൊറാർജി ദേശായിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരോപിക്കപ്പെടുന്ന പ്രധാന കുറ്റം അദ്ദേഹം ഇന്ത്യയുടെ ഇൻ്റലിജൻസിനെ കൈകാര്യം ചെയ്ത രീതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റോ ഏജൻസ് മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ ആൾക്കാരായിരുന്നതിനാൽ അദ്ദേഹം അവരിൽ വിശ്വാസം അർപ്പിച്ചിരുന്നില്ല. സിവിയർ അണ്ടർ കട്ടിങ് വന്നു, ബഡ്ജറ്ററി ഡെഫിഷ്യൻസീസ് വന്നു. വളരെ അധികം പറയപ്പെടുന്ന ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഹൂട്ട ആലവ നിലയത്തെക്കുറിച്ച് റോ ഏജൻസി ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുകയും പാകിസ്ഥാനി പ്രസിഡന്റിനെ വിളിച്ച് പറയുകയും ചെയ്യുകയും തന്മൂലം ഇന്ത്യയുടെ റോഡ് മുഴുവൻ ഏജൻസിനും അവിടെ ഇല്ലാതാവുകയും ചെയ്തു. ചുറ്റുപാടുമുള്ളവർക്കെതിരെ കൗണ്ടർ ഇൻസർജൻസി പാടില്ല എന്നുള്ള സമത്വത്തോടെ സാഹോദര്യത്തോടെ കഴിയുന്ന നല്ല ഗാന്ധിയൻ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളൊരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തന്മൂലം ഇന്ത്യക്ക് ഒരുപാട് ഇൻ്റലിജൻസ് നഷ്ടവും ആ ഒരു പ്രോമിനൻസ് നഷ്ടവും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രാജീവ് ഗാന്ധിയുടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ കാലത്തെ പ്രധാന നേട്ടങ്ങളിൽ അദ്ദേഹം ബേസിക് ലിറ്ററസി ശരിയാകാൻ വേണ്ടി നവോദയ വിദ്യാലയങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു മറ്റേ റീജിയണൽ ഇൻസർജൻസിക്കൊക്കെ നന്നായി കുറവ് വന്നിരുന്നു. അതുപോലെ അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ അബദ്ധം, ഒന്ന് ബോഫോഴ്സ് അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നു. രണ്ടാമത്തെ ആരോപണം വന്നത് അദ്ദേഹത്തിനെതിരെ വന്നത് ആരോപണം എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം ചെയ്ത ഒരു അബദ്ധം IPKF-നെ ശ്രീലങ്കയിലേക്ക് അയക്കുകയും തന്മൂലം ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയും ഒരു പരിധിവരെ ഇന്ത്യക്ക് ഇവിടെ ഇന്ത്യൻ പട്ടാളത്തിന് കാര്യമായ നാശനഷ്ടം വരികയും തമിഴ് പുലികൾ അദ്ദേഹത്തെ ഒരു ബെൽറ്റ് ബോംബിലൂടെ വധിക്കാൻ ഇടയാക്കുകയും ചെയ്ത സംഭവം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു നേതാവായിരുന്നു വിശ്വനാഥ് പ്രതാപ് സിംഗ്. വിശ്വനാഥ് പ്രതാപ് സിംഗ് കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് അഴിമതി ആരോപണം ബോഫോഴ്സ് ആരോപണത്തിൻ്റെ പേരിൽ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കൂട്ടുമുന്നണിയായിരുന്നു നയിച്ചിരുന്നത്. CPM, ജനതാദൾ, BJP എന്നിവരുടെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാന നേട്ടങ്ങളെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. മണ്ഡൽ റിപ്പോർട്ടാണ്. അതിലൂടെ കടുത്ത വിഭാഗതയാണ് ഉണ്ടായത്. ആൾക്കാർ സ്വയം സെൽഫ് ഇമൊലേഷൻ നടത്തുന്ന ഒരവസ്ഥ സംജാതമായി. രണ്ടാമത് പറയപ്പെടുന്ന കാര്യം, ഇൻസർജൻസി വല്ലാതെ ആരംഭിച്ചു കാശ്മീരിൽ. അത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയുടെ മകളായ റുബിയ സയ്യിദ്, മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകളെ JKLF-കാർ തട്ടിക്കൊണ്ടുപോവുകയും അതുവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി 5 ആൾക്കാരെ തീവ്രവാദികളെ വിട്ടുകൊടുക്കേണ്ടതായി വന്നു. ഇത് പിന്നീടുള്ള ഇൻസർജൻസി ഓപ്പറേഷൻസ് നടത്താനായിട്ട് വലിയൊരു പ്രേരക വസ്തുവായി. അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ എക്സോഡസിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ഇൻസർജൻസിക്ക് ഒരു ബേസ് കൊടുക്കുന്ന പ്രകടനമായി പോയി. ഇന്ത്യയുടെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ മാനം കളഞ്ഞൊരു സംഭവമായി പോയി എന്നുള്ളത് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാതെ ഹൈ ഇൻഫ്ലേഷൻ, പൂർ എക്കണോമിക് ഗ്രോത്ത് നിറഞ്ഞ ഒരു കാലമായിരുന്നു വിശ്വനാഥ് പ്രതാപ് സിംഗിൻ്റേത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇലക്ഷനിൽ വരുന്ന ആളാണ് നരസിംഹറാവ്. അതിനു മുമ്പ് രാജീവ് ഗാന്ധിയുടെ വധമുണ്ടായി. അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. ഇപ്പോൾ തന്നെ സമയം കൂടുതലായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പക്ഷം ദയവായി ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ വായിക്കുന്നതായിരിക്കും, കമൻറ്റുകൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. താങ്ക് യു.